അറിയാതെ ജനിച്ചു, ഒന്നും അറിയാതെ തന്നെ മരിച്ചു. വർഷങ്ങൾക്കിപ്പുറം അച്ഛന്റെ കൈപിടിച്ച് നെല്ലിക്കുഴിയിലെ വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ അറിഞ്ഞില്ല നടന്നെടുത്തത് മരണത്തിലേക്ക് കൂടിയാണെന്ന്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു കോതമംഗലം നെല്ലിക്കുഴിയിൽ അതിഥി തൊഴിലാളിയായ അജാസ് ഖാന്റെ മകൾ മുക്സാനെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിതാവ് ജോലിക്ക് പോയപ്പോഴായിരുന്നു രണ്ടാനമ്മ അനീഷ ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവനെടുത്തത്. മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ജോലി കഴിഞ്ഞ് പിതാവ് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ചേതനയേറ്റ് കിടക്കുന്ന കുഞ്ഞിന്റെ ശരീരം. രാവിലെ ഇവളുടെ ലേള ഒച്ച കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ എണീച്ചത്. അനങ്ങളിലാന്ന് പറഞ്ഞപ്പോൾ ഓടി ചെന്നു. എനിക്ക് ചെറുതായിട്ട് ഹാർട്ട് ബീറ്റ് പോലെ തോന്നി. കൈയൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ വെച്ച് നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ്. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, ഒന്നുമില്ല, ഹാർട്ട് ബീറ്റ് ഉണ്ട്, ഇപ്പോൾ തന്നെ ആശുപത്രി കൊണ്ടാന്ന്. വാതിലിൻ്റെ കുറ്റി തുറന്നു. എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ ചെന്നപ്പോഴേക്കും അയലകത്ത് എത്താനെ ഞാൻ വിളിച്ചായിരുന്നു. അവർ വന്നു. അവർ പറഞ്ഞു ഇനി ടേബിളിൽ വെക്കാൻ പറഞ്ഞു. ഞാൻ ടേബിളിൽ വെച്ചു. എല്ലാവരും വന്നു പറഞ്ഞു ഇത് കുറേ നേരമായി. കോതമംഗലം ജനറൽ ആശുപത്രിയിലായിരുന്നു മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. ശേഷം പീസ് വാലി റീഹാബിലിറ്റേഷൻ സെന്ററിൽ മൃതദേഹം സംസ്കാരത്തിനായി ഒരുക്കി. പീസ് വാലിയിലെ അന്തേവാസികളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അവൾ യാത്രയായത് നെല്ലിക്കുഴി നെല്ലിക്കുന്നത്ത് ജുമാ മസ്ജിദിൽ. അവിടെ അവളെ കാത്തിരുന്നത് എല്ലാവർക്കും എന്ന പോലെ 6 അടി മണ്ണ്. അടുത്ത അധ്യയന വർഷത്തിൽ സ്കൂളിൽ ചേർന്ന് പഠിക്കേണ്ടിയിരുന്നവൾ, കൂട്ടുകാരുമൊത്ത് കളിച്ചും പഠിച്ചും വളരേണ്ടിയിരുന്നവൾ, ഒരു കുടുംബത്തിന് എല്ലാമാകേണ്ടിയിരുന്നവൾ. പക്ഷേ ആ കുഞ്ഞു സ്വപ്നം മുട്ടിൽ നിന്ന് വിടരും മുൻപേ പൊലിഞ്ഞു. ഇനി അവൾക്ക് മടങ്ങാം രണ്ടാനമ്മയുടെ ക്രൂരതകളില്ലാത്ത ലോകത്തേക്ക്. ആ ലോകത്ത് അവളെ കാത്തിരിക്കാൻ, അവളെ കെട്ടിപ്പിടിച്ചൊന്ന് ചുംബിക്കാൻ ഒരമ്മയുണ്ടാവട്ടെ. അവളുടെ അന്ത്യയാത്രയിലൊപ്പം ചേർന്ന നാടിനും നാട്ടുകാർക്കും പറയാനുള്ളതും അതുതന്നെ. മനോജ് മാടശ്ശേരിക്കൊപ്പം സ്നേഹ മൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.